ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലിച്ചാറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ദ ന്യൂ സയൻസ് ഓഫ് ബിൽഡിംഗ് ഗ്രേറ്റ് ടീംസ് എന്ന ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഇത് അലക്സ് പറ്റ്ലാൻഡ് ആണ് അതിൻ്റെ ഓഥറായിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം MIT പ്രൊഫസറാണ്, അതേപോലെ തന്നെ ഡാറ്റാ സയൻറ്റിസ്റ്റൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു നല്ലൊരു ടീം വർക്ക്, ഒരു ഗ്രേറ്റ് ടീം വർക്ക് എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു നമ്മൾ ടീം വർക്ക് ഒരു കലയാണെന്ന് പറയില്ല. അത് ആക്ച്വലി ഒരു ആർട്ടല്ല, മറിച്ച് ഒരു മെഷറബിൾ സയൻസ് ആണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഏതൊരു ടീമും അവരുടെ സക്സസ് എന്ന് പറയുന്നത് എങ്ങനെ അവിടെയുള്ള ആളുകൾ ടീമിലെ മെമ്പേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നതാണ്, മറിച്ച് അവരെന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് ഡിസ്കസ് ചെയ്യുന്നു എന്നതല്ല. അതായത് എന്ത് ഡിസ്കസ് ചെയ്യുന്നു എന്നതിലും ഉപരിയായിട്ട് ആ ടീമിലെ വ്യക്തികൾ എത്ര നല്ല രീതിയിൽ അല്ലെങ്കിൽ ഏത് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നതാണ് കൂടുതൽ പ്രധാനം അല്ലെങ്കിൽ കൂടുതൽ പ്രാധാന്യമുള്ളത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ. അപ്പോൾ അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജിയും എൻഗേജ്മെൻറ്റ് എക്സ്പ്ലോറേഷൻ 3 ടേംസ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. ഈ 3 കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവാനുള്ള 3 പോയിന്റ്സ് അല്ലെങ്കിൽ 3 എന്താ പറയുക ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ എന്നാണ് അദ്ദേഹം ഇതിനകത്ത് പറയുന്നത്. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് അതിനകത്ത് സ്പോട്ട് ലൈറ്റ് ഓൺ ദ സീക്രട്സ് ഓഫ് ഗ്രേറ്റ് ടീംസ്. ഒരു ഗ്രേറ്റ് ടീമിൻ്റെ സീക്രട്ട് അല്ലെങ്കിൽ അവർക്ക് പുറകിലുള്ള സീക്രട്ട് എന്താണ് എന്നതാണ് ഇതിനകത്ത് പറയുന്നത്. എ ബാങ്ക്സ് കോൾ സെൻറ്റർ ഹാഡ് ഐഡൻറ്റിക്കൽ ടീംസ് വിത്ത് ഡിഫറെൻറ്റ് റിസൾട്ട്സ്. അതിനൊരു എക്സാമ്പിൾ ആയിട്ടാണ് ഒരു ബാങ്കിലെ കോൾ സെൻറ്ററിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ കോൾ സെൻറ്ററിൽ ഐഡൻറ്റിക്കൽ ടീംസ് ആണുള്ളത്. അതായത് ഒരേ തരം മെമ്പേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ മെമ്പേഴ്സിൻ്റെ എക്സ്പീരിയൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഐഡൻറ്റിക്കലാണ്. ഓക്കെ, അതായത് ഒരു ടീമിൽ ഏതൊക്കെ തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവരാണുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ എന്താ പറയുക ടൈറ്റിലിന് അണ്ടറിലുള്ള ആളുകളാണുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ പൊസിഷനിലുള്ള ആളുകളാണുള്ളത്, അതേപോലെ തന്നെ ആയിരിക്കും അടുത്ത ടീമിലുണ്ടാവുക. അതായത് ഒരേപോലത്തെ ഐഡൻറ്റിക്കൽ ടീംസാണ് എല്ലാവരും. അതേസമയം തന്നെ ഓരോ ഐഡൻറ്റിക്കൽ ടീമിൻ്റെയും ഓരോ ടീമും പുറത്തേക്ക് വിടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യസ്തമാണെന്ന് പറയാം. ഒരു ടീം വളരെ പോസിറ്റീവായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ മറ്റേ ടീമിന് അത്രത്തോളം എത്താൻ പറ്റുന്നില്ല, അതിൻ്റെ തൊട്ടപ്പുറത്തെ ടീമിൽ അത്രയും എത്താൻ പറ്റുന്നില്ല. അങ്ങനെ പല പല ഔട്ട്കമാണ് അവരിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ടീമും ഈക്വൽ ആണ്, അതായത് എല്ലാം ഒരേപോലത്തെ ആളുകളാണ് എന്നാണ് പറയുന്നത്. ട്രഡീഷണൽ മെട്രിക്സ് ഗാവ് നോ ആൻസേഴ്സ്. അപ്പം നമ്മൾ ട്രഡീഷണൽ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നതിന് നമുക്കൊരു ആൻസർ ഒന്നുമില്ല. യൂസിങ് സോഷ്യോമെട്രിക് ബാഡ്ജസ് MIT റിസർച്ചേഴ്സ് ഫൗണ്ട് ഹൈ പെർഫോമിംഗ് ടീംസ് ഹാവ് ബാലൻസ്ഡ് എനർജറ്റിക് ഫേസ് ടു ഫേസ് എക്സ്ചേഞ്ചസ്. അങ്ങനെയാണ് അദ്ദേഹം സോഷ്യോമെട്രിക് ബാഡ്ജസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ബാഡ്ജസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് അവരുടെ റിസർച്ച് വഴി എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ആ ഹൈ പെർഫോമിംഗ് ടീംസ്, ആ കൂട്ടത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആ ഒരു ടീമിന് വളരെ നല്ല രീതിയിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഫേസ് ടു ഫേസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അത് കണ്ടെത്തുന്നത് ഈ ബാഡ്ജസ് വെച്ചുകൊണ്ടാണ്. ഈ ബാഡ്ജസിൽ അത് സെൻസ് ചെയ്യാനുള്ള ഉപകരണങ്ങളുണ്ട്. അതായത് ഇവർ എത്രത്തോളം പോസിറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ട്, ആ സമയത്ത് അവരുടെ ബോഡി ലാംഗ്വേജ് എന്താണ്, അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ എന്താണ്, അല്ലെങ്കിൽ അവർ എത്രത്തോളം നല്ല രീതിയിൽ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്നത്, അതോ ഭയങ്കര ക്വയറ്റ് ആയിട്ടിരിക്കുകയാണോ, മാറിയിരിക്കുകയാണോ, ഇതൊക്കെ സെൻസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറയുന്ന ബാഡ്ജസ്. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് വെച്ചിട്ട് നമ്മൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് അതായത് നമുക്കിപ്പോൾ എപ്പോഴും ഒരു ടീമിലെ ആളുകൾ, ഇപ്പോൾ ഇവരുടെ ഹെഡായിട്ടുള്ള വ്യക്തിയാണെന്ന് വിചാരിക്കുക, അദ്ദേഹത്തിന് ഒരിക്കലും ഓരോ ടീമിലും ഓരോരുത്തരും എങ്ങനെ പെരുമാറുന്നു, അവരെങ്ങനെ സംസാരിക്കുന്നു, ഓരോരുത്തരും എന്ത് കോൺട്രിബ്യൂഷനാണ് ടീമിൻ്റെ എന്താ പറയുക പ്രൊജക്റ്റിലേക്ക് കൊടുക്കുന്നതെന്നൊന്നും പുറകെ നടന്ന് നോക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷനിലാണ് ഈ സോഷ്യോമെട്രിക് ബാഡ്ജസ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നോക്കിയപ്പോഴാണ് അവർക്ക് എന്ത് മനസ്സിലാവുന്നത്, ഇതിൽ സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന ഗ്രൂപ്പുകൾക്ക് വളരെ ബാലൻസ്ഡ് ആയ എനർജറ്റിക് ആയ ഫേസ് ടു ഫേസ് ആയ കോൺവെർസേഷൻ അവർക്കിടയിൽ ഉണ്ട്. അതുകൊണ്ടാണ് അവർ സക്സസ്ഫുൾ ആവുന്നത്. ഒറ്റ നോട്ടത്തിൽ എല്ലാവരും ഈക്വൽ ആയിട്ട് തോന്നുമെങ്കിലും ചിലർ അതിൽ സക്സസ്ഫുൾ ആവാനുള്ള കാരണം അവരുടെ കമ്മ്യൂണിക്കേഷൻ ആണ് എന്ന് മനസ്സിലാവുകയാണ്. ദീസ് പാറ്റേൺസ് ആർ മെഷറബിൾ ആൻഡ് ടീച്ചബിൾ. ഈ പാറ്റേൺസ് എന്താണ്, നമുക്ക് മെഷർ ചെയ്യാനും അതേപോലെ ടീച്ച് ചെയ്യാനും പറ്റുന്ന കാര്യങ്ങളാണ്. നമുക്കത് എത്രത്തോളം ഉണ്ട് ഈ ഒരു സംഭവം എന്ന് നമുക്ക് കാണാം. അതേപോലെ തന്നെ എന്താണ് മറ്റുള്ളവർക്ക് അതിലേക്ക് ആ കാര്യത്തിൽ കമ്മ്യൂണിക്കേഷൻ ഇത്തിരി കുറവുള്ളവർക്ക് അതിനുള്ള ബെറ്ററായ മാർഗ്ഗങ്ങൾ പറഞ്ഞു കൊടുത്തവർ ടീച്ച് ചെയ്യാനും ഒക്കെ പറ്റുന്ന കാര്യങ്ങളാണ്. Looking for the it factor. Badge data from hospitals, banks and firms showed communication patterns predict success better than IQ or skill. അപ്പോൾ ഈ ഒരു ബാഡ്ജ് ഡാറ്റ ഇതിപ്പോൾ ഹോസ്പിറ്റൽസിൽ നിന്ന് കിട്ടും, ബാങ്ക്സിൽ നിന്ന് കിട്ടും, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഫേംസിൽ നിന്ന് കിട്ടും. അതൊക്കെ എന്താ കാണിക്കുന്നത്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ് ആണ് അല്ലേ. അതായത് എത്രത്തോളം ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എത്രത്തോളം നല്ല രീതിയിൽ ഇവർ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നത് അളക്കാൻ അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്യാനാണ് ഈ ബാഡ്ജ് ഉള്ളത്.
ബാഡ്ജ് ഡാറ്റ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്, സക്സസ് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. അതായത് ഒരു വ്യക്തിയുടെ IQ അല്ലെങ്കിൽ അയാളുടെ സ്കില്ല് അല്ലെങ്കിൽ അയാളുടെ ബുദ്ധിക്ഷമത അത് എത്രത്തോളം ഉണ്ട് എന്ന് അളക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ അയാൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള സക്സസ്സിനെ നമ്മൾ മെഷർ ചെയ്യുന്നു. അതിനേക്കാൾ എളുപ്പമാണ് എന്തെന്നാ പറയുന്നത്, ഒരു വ്യക്തിക്ക് ആ ഗ്രൂപ്പിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അയാൾക്ക് കിട്ടാനുള്ള അല്ലെങ്കിൽ അയാൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സക്സസ്സും എന്ന് പറയുന്നത്. അതായത് ആ വ്യക്തിയുടെ IQ-നെക്കാട്ടിലും ആ വ്യക്തിയുടെ സ്കില്ലിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അയാളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. High energy teams with informal engagement outside meetings were most productive. ഇതിൽ തന്നെ ഈ ഹൈ എനർജി ടീംസ് ഉണ്ട്, നല്ല എനർജറ്റിക് ആയിട്ടുള്ള ടീംസ്, നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ടീംസ്. ആ ടീംസിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന അവർക്ക് അവരുടെ കമ്പനിയുടെ അകത്തുള്ള നമ്മൾ ഭയങ്കര ഫോമലായി സംസാരിക്കുമല്ലോ, അതിനെക്കാട്ടിലും ഉപരിയായിട്ട് ഇൻഫോർമൽ ആയിട്ടുള്ള അവരുടെ എൻഗേജ്മെൻറ്റ്, അതായത് ഔട്ട്സൈഡ് മീറ്റിംഗ്സ്. ആ ഒരു മീറ്റിങ്ങിന് ഇരിക്കുമ്പോൾ നമ്മൾ നല്ല ഫോമലായിട്ട് സംസാരിക്കാം. ആ മീറ്റിങ്ങിന് പുറത്തിറങ്ങി കഴിയുമ്പോൾ അവർ തമ്മിൽ ഉണ്ടാവുന്ന ഇൻഫോർമൽ എൻഗേജ്മെൻ്റ് ആണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളത് എന്നത് ഈ ബാഡ്ജ് ഡാറ്റ തെളിയിക്കുന്നുണ്ട്. Sinking coffee breaks at one call center boosted productivity by $15 million yearly. അപ്പോൾ അതിൽ തന്നെ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫേമിനകത്ത് നമ്മളൊരു കോഫി ബ്രേക്ക് കൊടുക്കുകയാണ്, കോഫി ബ്രേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ കോഫി ബ്രേക്ക് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, $15 മില്യൺ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, അതായത് ആ ഒരു കോഫി ബ്രേക്കിൽ അവർ തമ്മിൽ ഉണ്ടാകുന്ന കമ്മ്യൂണിക്കേഷൻ അത് അത്രത്തോളം നല്ല രീതിയിൽ അവരെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് അവർക്ക് അവരുടെ കമ്പനിയുടെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് അല്ലേ. ഇനി അതിനകത്ത് എന്താ പറയുന്നത്, വൈ ഡു പാറ്റേൺസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മാറ്റർ സോ മച്ച്. ഈ കമ്മ്യൂണിക്കേഷൻ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ സംഭവമായിട്ട് മാറുന്നത് എന്നാണ് ചോദ്യം. ടോൺ ആൻഡ് ബോഡി ലാംഗ്വേജ് ഗൈഡഡ് ഹ്യൂമൻ കോപ്പറേഷൻ ലോങ് ബിഫോർ വേർഡ്സ്. നമ്മൾ വാക്കിനേക്കാട്ടിലും കൂടുതൽ നമുക്ക് മറ്റുള്ളവരിൽ എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ സംസാരത്തിൻ്റെ ടോണും അതേപോലെ തന്നെ ബോഡി ലാംഗ്വേജും. നമ്മൾ വളരെ പോസിറ്റീവായ രീതിയിൽ നമ്മുടെ ആ ഒരു എന്താ പറയുക, ഭയങ്കര ദേഷ്യത്തിലൊക്കെ ഉണ്ടായിരിക്കും, അവരെങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാലും ദേഷ്യപ്പെടുന്ന പോലെ ആയി പോകും. അപ്പോൾ അതൊക്കെ അവരുടെ ടോണാണ്. അപ്പോൾ ആ ഒരു ടോൺ വളരെ സോഫ്റ്റായ രീതിയിൽ മറ്റുള്ളവർക്ക് അത് വളരെ അപ്പീലിംഗ് ആയി തോന്നുന്ന രീതിയിലുള്ള ഒരു ടോൺ യൂസ് ചെയ്യുക, അതേപോലെ വളരെ പോസിറ്റീവായ ബോഡി ലാംഗ്വേജസ് യൂസ് ചെയ്യുക. ഇതെന്താണ്, നമ്മുടെ വാക്ക് ഇപ്പം നമ്മൾ ഭയങ്കര സ്നേഹത്തിലുള്ളൊരു ഒരു ലൈന് പറയുകയാണ്, പക്ഷെ അത് നമ്മൾ ഷൗട്ട് ചെയ്യുന്ന ടോണിലാണ് പറഞ്ഞതെന്ന് വിചാരിക്കുക. കേൾക്കുന്നയാൾക്ക് കൺഫ്യൂഷൻ ആവും, ഇയാൾ സ്നേഹത്തിൽ പറഞ്ഞതാണോ അതോ നല്ല രീതിക്ക് പറഞ്ഞതാണോ അതോ ദേഷ്യപ്പെട്ടാണോ എന്ന് മനസ്സിലായത്. അതേസമയം സ്നേഹത്തിൽ നമ്മൾ പറയുന്നൊരു കാര്യം വളരെ സോഫ്റ്റ് ആയിട്ടും വളരെ മൈൽഡായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് അതിന് ആ ഒരു ചേർച്ച കിട്ടുള്ളൂ. അപ്പം അതിനാണ് ഇവിടെയും പറയുന്നത്, നമ്മൾ വാക്കിനേക്കാൾ കൂടുതൽ പ്രധാനം അത് ഏത് ടോണിൽ എങ്ങനെ ഏത് ബോഡി ലാംഗ്വേജ് വഴി നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. വീക്ക് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർസ് ടീംസ് ഓഫ് ഇൻഫോർമേഷൻ ലീഡിങ് ടു പുവർ ഡിസിഷൻസ്. അപ്പോൾ വീക്ക് കമ്മ്യൂണിക്കേഷനുള്ള ആളുകളാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ഇൻഫോർമേഷൻ്റെ കാര്യത്തിൽ കാര്യമായ രീതിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയുക ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫറിങ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ എന്താണ്, അവിടെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലതും ശരിയായതായിക്കൊള്ളണമെന്നില്ല. ഓപ്പൺ എനർജറ്റിക് എക്സ്ചേഞ്ച് എനേബിൾ ഷെയറിങ് ആൻഡ് കോർഡിനേഷൻ. അതേസമയം വളരെ ഓപ്പണായി വളരെ എനർജറ്റിക് ആയിട്ട് നടത്തുന്ന എക്സ്ചേഞ്ചുകൾ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കോർഡിനേഷനെ എൻഹാൻസ് ചെയ്യാനും വളരെ നല്ല പ്രൊഡക്റ്റീവായ രീതിയിൽ ഡിസിഷൻ മേക്കിങ്ങിനും ഒക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആണ് എന്നാണ് പറയുന്നത്. ഇനി എന്താ, ഓവർകമ്മിങ് ദ ലിമിറ്റ്സ് ഓഫ് ഒബ്സർവേഷൻ. ഈ ഒബ്സർവേഷൻ്റെ ലിമിറ്റ്സ് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്കിപ്പോൾ ഒരു കമ്പനിയാണ്, അതിൻ്റെ ഹെഡായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും അതിനകത്തുള്ള എല്ലാ ഗ്രൂപ്പിലെയും ഓരോ മെമ്പേഴ്സും ഓരോ സമയവും, അതിപ്പോൾ ചായ കുടിക്കുന്ന സമയത്തായാലും വെറുതെ സംസാരിച്ചിരുന്ന സമയത്തായാലും വർക്കിംഗ് ടൈമിലായാലും അവർ പരസ്പരം എങ്ങനെ സംസാരിക്കുന്നു, അവരുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ്, അവരുടെ ടോൺ എങ്ങനെയാണെന്നൊന്നും നടന്നു നോക്കാൻ പറ്റില്ല, ആരെയും അതിനായിട്ട് ഏൽപ്പിക്കാനും പറ്റില്ല. അപ്പോൾ അതെന്താണ്, ഒബ്സർവേഷൻ്റെ ഒരു ലിമിറ്റാണ്. അപ്പോൾ അത്തരത്തിൽ ഒബ്സർവ് ചെയ്തതിനെ കൊണ്ട് നമുക്ക് ഒരിക്കലും അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം നല്ലതാണ് എങ്ങനെ മാറ്റാം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ലിമിറ്റ് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാമെന്നാണ് പറയുന്നത്. എസ്പ്രിറ്റ് ഡെ കോർപ്സ് വാസ് വൺസ് ജസ്റ്റ് എ ഫീലിംഗ്. MIT's sociometric badges now capture 100+ data points per minute. അവിടെയാണ് നമ്മുടെ എന്ത് വരുന്നത്, MITയുടെ സോഷ്യോമെട്രിക് ബാഡ്ജുകൾ വരുന്നത് അല്ലേ. അപ്പോൾ ആ ബാഡ്ജസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്, 100+ ഡാറ്റാ പോയിന്റ്സ്, ഒരു മിനിറ്റിൽ 100+ ഡാറ്റാ പോയിന്റ്സ് അവർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും, ആ ബാഡ്ജ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും, അത് വെച്ചിരിക്കുന്ന വ്യക്തിയുടെ ടോണ് പറയാൻ പറ്റും, അതായത് ടോണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഫേസിങ് ബിഹേവിയർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ടോക്ക് ടൈം അതായത് എത്ര ഡ്യൂറേഷൻ ആണ് അവർ സംസാരിക്കുന്നത് അതോ മിണ്ടാണ്ടിരിക്കുകയാണ് എന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, ജസ്റ്റേഴ്സ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അക്രോസ് 2500 people, ഡാറ്റ റിവീൽഡ് കൺസിസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ
signatures that predict which team will success. അപ്പോൾ ഈ ഒരു 2500ഓളം ആളുകളിൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന പറയുന്നത് അവരുടെ കൺസിസ്റ്റൻറ്റ് കമ്മ്യൂണിക്കേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഊഹിക്കാൻ പറ്റും ഏത് ടീമാണ് സക്സസ് ആവാൻ പോകുന്നതെന്നുള്ളത്. ഓരോ ടീമിലും ഉള്ള ആളുകളുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ ബാഡ്ജസ് വെച്ചിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഫൈനൽ റിസൾട്ട് വരുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഊഹിക്കാൻ പറ്റും ഇന്ന ടീമാണ് കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പോകുന്നത്, ഇവർക്കാണ് ബെറ്റർ റിസൾട്ട് കിട്ടുക. കാരണം എന്താ, അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ബെറ്റർ ആയിട്ട് പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന MITയുടെ സോഷ്യോമെട്രിക് ബാഡ്ജ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താ പറയുന്നത്, ഒബ്സർവേഷനുള്ള ഈ ഒരു ലിമിറ്റ് ഓവർകം ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്താ പറയുന്നത്, കീ എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതാണ് ഞാൻ കുറച്ച് മുന്നേ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യം. കമ്മ്യൂണിക്കേഷൻ്റെ 3 കീ എലമെൻറ്റ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് എനർജി, സെക്കൻഡ് വൺ ഇസ് എൻഗേജ്മെൻറ്റ് ആൻഡ് തേർഡ് വൺ ഇസ് എക്സ്പ്ലോറേഷൻ. ഈ 3 വരുന്നത്. അപ്പോൾ എനർജി എന്ന് പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് എക്സ്ചേഞ്ചസ് ഫേസ് ടു ഫേസ് ഇസ് ബെസ്റ്റ്, ഡസൻസ് പെർ അവർ ഇസ് ഐഡിയൽ. അപ്പോൾ എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഒരു ഗ്രൂപ്പിൽ നമ്മൾ എനർജറ്റിക് ആയിട്ട് പെരുമാറുക എന്ന് പറഞ്ഞാൽ എന്താ, നല്ല രീതിയിൽ സംസാരിക്കുക, നല്ല രീതിയിൽ ഫേസ് ടു ഫേസ് ആയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുക, നല്ല രീതിയിലുള്ള അതായത് എക്സ്ചേഞ്ചുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന രീതി, ഞാൻ ഒരാളോട് സംസാരിക്കുന്നു, അത് കഴിഞ്ഞ് ഞാൻ വേറൊരാളോട് സംസാരിക്കുന്നു, മറ്റൊരാൾ എന്നോട് സംസാരിക്കും, അതൊക്കെ എന്താണ്, എക്സ്ചേഞ്ചുകളാണ് അല്ലേ. അപ്പോൾ അത്തരത്തിൽ എത്രത്തോളം നമ്മൾ സംസാരിക്കുന്നുണ്ട്, എത്രത്തോളം ഫേസ് ടു ഫേസ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്, ഒരു മണിക്കൂറിൽ നമ്മൾ എത്ര തവണ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെയാണ് നമ്മുടെ എനർജി. ഇതൊക്കെ ഹൈ ആണെങ്കിൽ, നല്ല രീതിയിൽ ഫേസ് ടു ഫേസ് കോൺടാക്ട് ഉണ്ടെങ്കിൽ, നല്ല രീതിക്ക് എക്സ്ചേഞ്ചുകൾ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്താണ് അർത്ഥം, നമ്മൾ നല്ല എനർജി ലെവൽ ഹൈ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അല്ലെങ്കിൽ എനർജി ലെവൽ ഹൈ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് അതിന് ഉദ്ദേശിക്കണം. അടുത്തത് എൻഗേജ്മെന്റ്. ഈക്വൽ പാർട്ടിസിപ്പേഷൻ, ടീംസ് വിത്ത് ഡോമിനന്റ് ടോക്കേഴ്സ് പെർഫോം വേഴ്സ്. ഈക്വൽ ആയിട്ട് എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഇടപെടാനുള്ളൊരു അവസരം കിട്ടുക. ഈക്വൽ പാർട്ടിസിപ്പേഷൻ, എല്ലാവർക്കും തുല്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള, എല്ലാവർക്കും തുല്യമായിട്ട് സംസാരിക്കാനും ഇടപഴകാനും കാര്യങ്ങൾ തീരുമാനിക്കാനുമുള്ള അവസരം കിട്ടുക. അതേപോലെ തന്നെ നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരാൾ മാത്രം ഡോമിനേറ്റ് ചെയ്യുക, ഒരാൾ മാത്രം ഭയങ്കര സൈലൻ്റ് ആയിട്ടിരിക്കുക, അങ്ങനെയല്ല വേണ്ടത്. എല്ലാവർക്കും ഒരുപോലെ എൻഗേജ്ഡ് ആയിട്ടിരിക്കാനായിട്ട് പറ്റണമെന്നാണ് പറയുന്നത്. അടുത്തത് എന്താ, എക്സ്പ്ലോറേഷൻ. Talking outside the team for fresh ideas must be balanced with internal engagement. എക്സ്പ്ലോറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഗ്രൂപ്പ് വർക്ക് ആയിക്കോട്ടെ, അത് വിചാരിച്ച് നമ്മളൊരു 5 പേരുടെ ഗ്രൂപ്പ് ആണെങ്കിൽ 5 പേര് മാത്രം സംസാരിക്കുക എന്നതല്ല കാര്യം. അതിന് പുറത്തേക്ക് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കണം. അതിന് പുറത്തുള്ള ആളുകളോട്, മറ്റ് ഗ്രൂപ്പിലെ മെമ്പേഴ്സ്, അവരിൽ നിന്നൊക്കെ നമുക്ക് നോളജ് വാങ്ങിക്കാൻ സാധിക്കണം. അതേപോലെ തന്നെ അവരിൽ നിന്നൊക്കെ നമുക്ക് വേണ്ട ഡാറ്റ, അല്ലെങ്കിൽ നമുക്ക് എന്താണോ പോസിറ്റീവായിട്ടുള്ള, മറ്റുള്ളവർക്ക് ദ്രോഹമില്ലാത്ത എന്ത് കാര്യമാണോ ആ ഒരു കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. ആ ഒരു ബാലൻസിങ്, അതായത് ഇന്റേണൽ എൻഗേജ്മെന്റിന്റെ കൂടെ തന്നെ, ഇന്റേണൽ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഗ്രൂപ്പിന്റെ അകത്തുള്ള ആളുകൾ തമ്മിലുള്ള ഒരു ഇടപെടൽ. അതേ സാധനം തന്നെ എക്സ്റ്റേണലി നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റണം, മറ്റുള്ളവരുമായിട്ടും നമുക്ക് എൻഗേജ്ഡ് ആയിരിക്കാനായിട്ട് പറ്റണം. അതാണ് എക്സ്പ്ലോറേഷൻ. അപ്പോൾ ഈ 3 പോയിന്റ്സും ഉണ്ടെങ്കിലാണ് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുകയുള്ളൂ ഒരു ഗ്രൂപ്പിനകത്ത്. എന്താണ്, നമ്മൾ നല്ല എനർജറ്റിക് ആയിരിക്കണം, എല്ലാവർക്കും എൻഗേജ്ഡ് ആയിരിക്കാനുള്ള, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കണം. അതേപോലെ തന്നെ ഇന്റേണൽ ആയിട്ട് മാത്രമല്ല എക്സ്റ്റേണൽ ആയിട്ടുള്ള ആളുകളുമായിട്ട് നമുക്ക് എൻഗേജ്ഡ് ആയിരിക്കാനായിട്ട് പറ്റണം. അങ്ങനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണം. ഈ 3 പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്താ, ബിയോണ്ട് കൺവെൻഷണൽ വിസ്ഡം. Data shows face-to-face exchanges explain 15% of performance variation. Face-to-face exchange 15% നമുക്ക് പെർഫോമൻസ് വേരിയേഷനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Side conversations help, not hurt. Social time drives over 50% of positive changes, even in call centers. Tech alone won't fix communication. സോഷ്യൽ ടൈം എന്ന് പറയുന്നത് എന്താണ്, 50% നമുക്ക് പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരുമെന്നാണ്. അത് കോൾ സെൻറ്റേഴ്സിലായാൽ പോലും നമുക്ക് ജസ്റ്റ് ടെക്നോളജി മാത്രം യൂസ് ചെയ്തത് കൊണ്ട് നമുക്ക് ഒരിക്കലും കമ്മ്യൂണിക്കേഷൻ ബെറ്റർ, അതായത് നമ്മൾ കമ്പനി ഓഫീസിൽ നമ്മൾ ഒന്നും സംസാരിക്കുന്നില്ല, ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, പറയാം വീട്ടിൽ പോയിട്ട് ഞാൻ മെയിൽ അയക്കാം, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ട് ചാറ്റ് ചെയ്യാം, മെസ്സേജ് അയക്കാം, വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ടെക്നോളജി യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. പക്ഷെ അതൊരിക്കലും ഫേസ് ടു ഫേസ് ആയിട്ട് നമ്മൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നതിൽ നിന്നും, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരിക്കലും ബെറ്റർ ആവാൻ സാധിക്കില്ല. എപ്പോഴും അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ നേരിട്ട് സംസാരിക്കുക, നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതാണ് ഏറ്റവും ബെസ്റ്റായിട്ട്. അതൊരിക്കലും നമുക്ക് ടെക്നോളജീനെ വെച്ച് നമുക്കതിനെ മാറ്റി നിർത്താനായിട്ട് പറ്റില്ല. ഹൗ ടു അപ്ലൈ ദ ഡാറ്റ. 3 steps ആണ് നമുക്കൊരു ഡാറ്റ അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. 3 steps എന്തൊക്കെയാണ്? ഫസ്റ്റ്, അതായത് നമുക്ക് ഓൾറെഡി ആ ഒരു എന്താ പറയുക, നമുക്ക് ആ ഒരു ഡാറ്റ കിട്ടി. എന്ത് വെച്ചിട്ടുള്ള ഡാറ്റ? നമ്മുടെ ബാഡ്ജസ് വെച്ചിട്ടുള്ളൊരു ഡാറ്റ കിട്ടിയില്ല. ഓരോ വ്യക്തിയും എത്രത്തോളം എക്സ്ചേഞ്ച് നടത്തിയിട്ടുണ്ട്, എത്രത്തോളം എൻഗേജ്മെൻറ്റ് നടത്തുന്നുണ്ട്, എത്രത്തോളം ഫേസ് ടു ഫേസ് എക്സ്പ്രഷൻസ് വരുന്നുണ്ട്, ഇതൊക്കെ അതാണ് നമ്മുടെ ഡാറ്റ കേട്ടോ. ആ ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. അതിന് നമുക്ക് ആ ഡാറ്റ നമുക്കിനി എന്ത് ചെയ്യാമെന്നാണ് ചോദിക്കണം. നമുക്ക് ആ ഡാറ്റ കയ്യിൽ കിട്ടിയിട്ടിരിക്കുകയാണ്, നമ്മുടെ ബാഡ്ജ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാമെന്നാണ് പറയണം. അതിനെന്താണ് 3 സ്റ്റെപ്പാണ്. ഫസ്റ്റ് വൺ ഇസ് വിഷ്വലൈസേഷൻ.
മാപ്പ് എനർജി, എൻഗേജ്മെൻറ്റ്, എക്സ്പ്ലോറേഷൻ ടു ഫൈൻഡ് വീക്ക് സ്പോട്സ്. ആ ഡാറ്റ അനുസരിച്ച് ഓരോ വ്യക്തിയും എത്രത്തോളം അവരുടെ എനർജി ഉണ്ട്, എത്രത്തോളം അവർ എൻഗേജ്ഡ് ആണ്, എത്രത്തോളം മറ്റുള്ളവരുമായിട്ട് അവർ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് എന്നതെന്താണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യാം. അപ്പം നമുക്ക് എന്ത് മനസ്സിലാവും, അതിലെ വീക്ക് സ്പോട്ട് എന്താണ്, എവിടെയാണ് ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിന് വീക്കായിട്ട് വരുന്നത്. അതിപ്പോൾ എനർജിയുടെ കാര്യത്തിലാണോ, എൻഗേജ്മെൻറ്റിൻ്റെ ചിലർക്ക് എന്തായിരിക്കും എക്സ്പ്ലോറേഷൻ, പുറത്തുള്ള ആളുകളുമായിട്ട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഏതിലാണ് ഇവർക്ക് പ്രശ്നം എന്നത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വിഷ്വലൈസേഷനിൽ കൂടെ നമുക്ക് വിഷ്വലൈസ് ചെയ്തെടുക്കാം. അടുത്ത സ്റ്റെപ്പ് എന്താണ്, ട്രെയിനിങ് ആണ്. ഗിവ് ഡെയിലി വിഷ്വൽ ഫീഡ്ബാക്ക്, ഈക്വൽ പാർട്ടിസിപ്പേഷൻ ബൂസ്റ്റ് റിസൾട്ട്സ് ഫാസ്റ്റ്. വിഷ്വൽ ആയിട്ടുള്ള ഫീഡ്ബാക്ക് അവർക്ക് കൊടുക്കുക, അതേപോലെ തന്നെ ഈക്വൽ പാർട്ടിസിപ്പേഷൻ കൊടുക്കുക. അതായത് എവിടെ ആർക്കാണ് പ്രശ്നം, ആർക്കാണ് വീക്ക് സ്പോട്ട് വരുന്നത്, അവരെ തന്നെ ആ ഒരു രീതിക്ക് ആ കാര്യം പറഞ്ഞ് ട്രെയിൻ ചെയ്തെടുക്കുക. അവരുടെ ആ ഒരു പ്രശ്നം കുറവ് നികത്താനുള്ള ട്രെയിനിങ് കൊടുക്കുക. ഫൈൻ ട്യൂണിങ്, മാച്ച് പാറ്റേൺസ് ടു മെട്രിക്സ്, ബാലൻസ്ഡ് ടീംസ് ബീറ്റ് അൺബാലൻസ്ഡ് വൺസ് എവറി ടൈം. ഫൈൻ ട്യൂണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മുടെ ആ ഒരു പാറ്റേൺസിനെ നമ്മൾ മെട്രിക്സുമായിട്ട് മാച്ച് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് ആ ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. ബാലൻസ്ഡ് ടീംസ് ബീറ്റ് അൺബാലൻസ്ഡ് വൺസ് എവറി ടൈം. നമ്മൾ അൺബാലൻസ്ഡ് ആയിട്ട് നിന്നിരുന്ന ആ ഒരു ടീമിനെ നമുക്ക് എന്താക്കി മാറ്റാം, പ്രാക്ടീസ് കൊടുത്ത് ട്രെയിൻ ചെയ്യിപ്പിച്ച് നമുക്ക് എന്താക്കി മാറ്റാം, വളരെ ഫൈനായ രീതിയിൽ ട്യൂൺ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അത് ആ ഒരു ബെറ്ററായ രീതിയിൽ സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ 3 സ്റ്റെപ്പ് വഴി നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഡാറ്റേനെ നമ്മൾ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഡാറ്റേനെ നമ്മൾ അനലൈസ് ചെയ്ത് വർക്കൗട്ട് ആക്കേണ്ടതായിട്ടുണ്ട്. Successful tactics, redesign spaces so people mingle like longer lunch tables. കുറച്ച് തന്ത്രങ്ങൾ, ഇത്തരത്തിൽ ആളുകളെ മിങ്കിൾ ചെയ്യിപ്പിക്കാനുള്ള കുറച്ച് തന്ത്രങ്ങളാണ് പറയുന്നത്. ഒന്നെന്താ പറയുന്നത്, ആളുകൾക്ക് കുറച്ച് മിങ്കിൾ ചെയ്യാൻ പാകത്തിന് നമ്മൾ ലഞ്ച് ടേബിളുകൾ, ഫുഡ് കഴിക്കുന്ന ടേബിളുകൾ ലോങ് ആയിട്ടുള്ള എന്താ പറയുക ടേബിളുകൾ ഇടുക. ഇപ്പോൾ ജസ്റ്റ് 2 ആൾക്ക് 4 ആൾക്ക് ഇരിക്കാൻ പറ്റുന്നതാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എങ്ങനെ ഇരിക്കുള്ളൂ, നമ്മളും നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ. എനിക്കിപ്പോൾ 3 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ 4 പേര് ഇരിക്കുന്ന ടേബിളാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ 4 പേര് അവിടെ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വേറെ 4 പേര് എണ്ണിച്ച് പോകുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യും, എന്നിട്ട് നമ്മൾ അവിടെ കയറി ഇരിക്കും അല്ലേ. അതേസമയം തന്നെ ലോങ് ആയിട്ട്, അപ്പോൾ ആ ഒരു 4 പേര് മാത്രം ഇരിക്കുമ്പോൾ അവിടെ ഫുഡ് കഴിക്കുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ ഈ 4 പേര് മാത്രമേ 4 പേർക്കിടയിൽ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അതേസമയം വലിയൊരു ടേബിളാണെന്ന് വിചാരിക്കുക, വലിയൊരൊറ്റ ടേബിളാണ്, അല്ലെങ്കിൽ 1-2 ടേബിളാണ് അവിടെ ഉള്ളൂ. അപ്പോൾ എന്താണ്, അവിടെ തീർച്ചയായിട്ടും നമ്മുടെ ആ എല്ലാ സീറ്റുകളും ഫില്ലായിരിക്കും. നമ്മുടെ അടുത്ത് തീർച്ചയായിട്ടും എന്തിനുള്ള സാധ്യതയുണ്ട്, സ്ട്രേഞ്ചർ അല്ല, നമ്മുടെ ക്ലോസ് ഗ്രൂപ്പിനകത്ത് ഉള്ള വ്യക്തി അല്ലാത്ത പുറത്തുനിന്നുള്ള വ്യക്തി നമ്മുടെ അടുത്ത് വന്നിരിക്കാൻ ഒരുപാട് ചാൻസസ് ഉണ്ട്. അപ്പം നമുക്ക് എന്ത് വരും, അവരുമായിട്ട് സംസാരിക്കാനുള്ള സാഹചര്യം വരും. അതേപോലെ ഇടയിൽ നമ്മൾ കയറി ഇരിക്കേണ്ടി വരും. അപ്പം നമുക്ക് അപ്പുറത്തും പുറത്തുള്ള ആൾ നമ്മുടെ സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും. അപ്പോൾ അവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്, എക്സ്പ്ലോറേഷൻ ആണ്, നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഐഡിയകൾ നമുക്ക് യൂസ് ചെയ്യാം. ലീഡേഴ്സ് ഷുഡ് മോഡൽ ഈക്വൽ ഫേസ് ടു ഫേസ് ടോക്ക്. അതേപോലെ ലീഡേഴ്സും എന്ത് ചെയ്യണം, ഫേസ് ടു ഫേസ് ടോക്ക് നടത്തണം. അല്ലാതെ ഇതിൻ്റെ ഹെഡ് നിങ്ങൾ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ആൾ ഇതൊക്കെ അയക്കുന്നത് ഒരു മെയിൽ വഴിയാണെന്ന് വിചാരിക്കുക. എല്ലാ കാര്യമുണ്ടോ, ലീഡറെ ചെയ്യുന്നില്ല. ലീഡറെ ടെക്നോളജി യൂസ് ചെയ്ത് ഫോണിൽ കൂടെയും മെയിലിൽ കൂടെയും എന്താ പറയുക അങ്ങനത്തെ കാര്യങ്ങളിൽ കൂടെ നമ്മോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഫേസ് ടു ഫേസ്. അപ്പോൾ ലീഡർമാർ തന്നെ എന്ത് ചെയ്യണം, നമ്മളോട് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു മോഡലായിട്ട് മാറണം. യൂസ് ഡാറ്റ ടു ഹെൽപ്പ് പീപ്പിൾ ഇന്ററപ്റ്റ് ലെസ് ആൻഡ് ലിസൺ മോർ. ഡാറ്റ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണമെന്ന് പറയുന്ന ആളുകളെ അവർക്ക് പരസ്പരം സംസാരിക്കുന്ന സമയത്ത് കേൾക്കുക, അതായത് നമ്മൾ കേട്ടിരിക്കുക. നമ്മൾ സംസാരിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ നല്ലൊരു ലിസണർ ആവുക എന്ന് പറയുന്നത് ബെസ്റ്റ് ക്വാളിറ്റിയാണ്. നമുക്ക് ലിസൺ ചെയ്തിരിക്കാൻ സാധിക്കണം. മാത്രമല്ല അവർ സംസാരിക്കുന്നതിനിടയിൽ കയറി ഇൻട്രപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ത്വര നമ്മൾ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത എന്താ, ദ ഐഡിയൽ ടീം പ്ലെയർ. ദ കരസ്മാറ്റിക് കണക്ടർ സർക്കുലേറ്റ്സ്, ഹാസ് ഷോർട്ട് ഹൈ എനർജി ചാറ്റ്സ്, ലിസൺ ആസ് മച്ച് ആസ് സ്പീക്സ്, എൻഗേജസ് എവരി വൺ ഈക്വലി ആൻഡ് ബ്രിങ്സ് ഇൻ ഔട്ട്സൈഡ് ഐഡിയാസ്. മോർ കണക്ടേഴ്സ് ഈക്വൽ ടു മോർ സക്സസ്. ഏറ്റവും നല്ലൊരു ടീം പ്ലെയറുടെ ക്വാളിറ്റികളാണ് പറയുന്നത്. അതായത് നമുക്ക് അയാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള ചാറ്റ് ആയിരിക്കണം. ചാറ്റ് മീൻസ് മൊബൈലിലുള്ള ചാറ്റല്ല ഉദ്ദേശിച്ച്, സംസാരിക്കണം, കമ്മ്യൂണിക്കേഷനാണ് ഉദ്ദേശിക്കുന്നത്. ആ എനർജറ്റിക് ആയിട്ടുള്ള സംസാരമായിരിക്കും, കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ എത്രത്തോളം സംസാരിക്കുന്നു അത്രത്തോളം മറ്റുള്ളവർ സംസാരിക്കുന്നത് കേൾക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം. എല്ലാവരെയും ഒരുപോലെ, ഒരാളോട് മാത്രം സംസാരിക്കുക അങ്ങനെയല്ല, എല്ലാവരെയും ഒരുപോലെ എൻഗേജ് ചെയ്യിക്കാൻ സാധിക്കണം. അതേപോലെ നമ്മുടെ ഗ്രൂപ്പിൽ അകത്ത് മാത്രമല്ല ഔട്ട്സൈഡ്, നമ്മൾ പറഞ്ഞു എന്താ എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞു, പുറത്തുള്ള ആളുകളുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും നന്നായി കണക്ട് ചെയ്യാൻ പറ്റുന്ന വ്യക്തിക്കാണ് ഏറ്റവും നന്നായിട്ട് സക്സസ്ഫുൾ ആവാൻ പറ്റുക എന്നാണ് പറയുന്നത്. Team building is now data driven. As sensors evolve, real-time feedback could give companies a good eye view of how work truly happens. അപ്പോൾ ടീം ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഡാറ്റ ഡ്രിവൺ ആയ ഒരു പ്രോസസ്സ്, ഡാറ്റയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു പ്രോസസ്സായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ പലതരത്തിലുള്ള സെൻസേഴ്സ്, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ബാഡ്ജസ് പോലത്തെ അല്ലെങ്കിൽ അത് മറ്റു പലതരത്തിലുള്ള സെൻസേഴ്സ് വരുന്നതിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ ഹെഡായിട്ടുള്ള ആൾക്ക് ഫീഡ്ബാക്ക് കിട്ടും.
അപ്പോൾ നമുക്ക് എന്താണ് എപ്പോഴും നമ്മുടെ മേലൊരു കണ്ണുണ്ട് എന്നൊരു രീതിക്കാണ് നമ്മുടെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ശരിക്കും നടക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്ന് അവർക്ക് കറക്റ്റായിട്ട് കിട്ടാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക, എന്താ പറയുക, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് പറയുന്നത്. അടുത്ത ചാപ്റ്ററിൽ വീണ്ടും കാണാം. താങ്ക് യു. ടാറ്റാ.